എല്ലാ പ്രശ്നങ്ങളും സോൾവഡ്. അത് പറഞ്ഞ നിറഞ്ഞ ചിരിയോടെ കെ സുധാകരൻ കൈകൊടുക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് കേരളം. അതിനായി പടക്കളമൊരുക്കി ഇറങ്ങുന്നത് കെ.സി. വേണുഗോപാലാണ്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുന്നതിന് മുൻപേ ഇടഞ്ഞ സുധാകരനെ മെരുക്കാനുള്ള സകല അടവുകളുമായിട്ടാണ് കെ.സി. വേണുഗോപാലിന്റെ വരവ്. എംപിമാർ മത്സരിക്കേണ്ട എന്ന ഹൈക്കമാൻഡും കണ്ണൂർ തന്റെ സിരയിലോടുന്ന രക്തമാണെന്ന് സുധാകരനും കടുപ്പിച്ചപ്പോൾ കോൺഗ്രസ് ഒന്ന് ആടിയുലഞ്ഞു. ആ ആടിയുലഞ്ഞ പാർട്ടിക്ക് നട്ടല്ലായി കെ.സി. വേണുഗോപാലും എത്തുകയാണ്. അതിനായിട്ട് അർദ്ധരാത്രിയാണ് കെ.സി. ഒരു നീക്കം നടത്തിയത്. രാത്രി ഫ്ളാറ്റിലെത്തി സുധാകരനെ കണ്ടുകൊണ്ട് സകലതിനും ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്നു. കെ സുധാകരൻ എന്ന പോരാളിയെ നെഞ്ചിലേറ്റുന്ന പ്രവർത്തകരുടെ ആശങ്കകൾക്ക് വിരാമം വിട്ടുകൊണ്ട് പാർട്ടിയിലെ പ്രതിസന്ധി പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തകളും പുറത്തു വരികയാണ്. AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ നേരിട്ട് നടത്തിയ നിർണായക ഇടപെടലിലൂടെ എല്ലാ തർക്കങ്ങളും പറഞ്ഞു തീർത്ത് സുധാകരനെ പാർട്ടി നിലപാടിനൊപ്പം ചേർത്ത് നിർത്തുകയാണ് നേതൃത്വത്തിന്റെ ലക്ഷ്യം. ഇന്നലെ രാത്രി ദില്ലിയിൽ വെച്ച് നടന്ന നിർണായക ചർച്ചയാണ് അന്തരീക്ഷത്തെ ശാന്തമാക്കിയത്. സുധാകരന്റെ വികാരങ്ങളും പ്രവർത്തകരുടെ ആവേശവും കണക്കിലെടുത്ത് കെ.സി. വേണുഗോപാൽ നടത്തിയ ഇടപെടൽ ഫലം കണ്ടിരിക്കാം എന്നാണ് പ്രതീക്ഷ. പാർട്ടിക്ക് അതീതമായി ആരുമില്ല എന്ന വലിയ സന്ദേശം ഉയർത്തിക്കൊണ്ട് സുധാകരൻ തന്റെ കടുത്ത നിലപാടുകളിൽ നിന്നും അയവ് വരുത്തുമെന്ന് കെ.സി. നേരിട്ട് അറിയിച്ചതായിട്ടാണ് വിവരം. കണ്ണൂരിലെ തെരുവുകളിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തിയ പ്രവർത്തകർക്കും സണ്ണി ജോസഫിന്റെ മണ്ഡലത്തിൽ ഫ്ലക്സുകൾ ഉയർത്തിയ അനുയായികൾക്കും ഇനി ആശ്വസിക്കാം. പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകും എന്ന ഉറപ്പാണ് ഇപ്പോൾ ഹൈക്കമാൻഡിൽ നിന്നും വരുന്നത്. എംപിമാർ മത്സരിക്കേണ്ട എന്ന കേന്ദ്ര തീരുമാനത്തോട് വൈകാരികമായി പ്രതികരിച്ച സുധാകരനെ സംഘടനയുടെ കെട്ടുറപ്പ് മുൻനിർത്തി അനുനയിപ്പിക്കാൻ കെ.സി. വേണുഗോപാലിന് സാധിച്ചിരിക്കാം എന്ന ഉറച്ച വിശ്വാസത്തിലാണ് അണികൾ. അണികളുടെ വികാരം ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണം എന്ന നേതൃത്വത്തിന്റെ നിർദ്ദേശം സുധാകരൻ അംഗീകരിച്ചാൽ കാര്യങ്ങൾ വീണ്ടും മാറിമറിയും. ഇതോടെ കോൺഗ്രസ് നേതൃത്വത്തെ ആഴ്ത്തിയിരുന്ന വലിയൊരു ആശങ്കയ്ക്ക് അന്ത്യമാവുകയാണ്. ഇനി വരാനിരിക്കുന്നത് ഐക്യത്തിന്റെയും ഒരുമിച്ച് നിൽക്കുന്നതിന്റെയും തെരഞ്ഞെടുപ്പ് കാലമാണ്. ശക്തമായ പോരാട്ട വീര്യമുള്ള സുധാകരനെ കെ.സി. വേണുഗോപാൽ വിജയകരമായി പിടിച്ചുകെട്ടി എന്ന് രാഷ്ട്രീയ എതിരാളികൾ പരിഹസിക്കുമ്പോഴും അത് അച്ചടക്കത്തിന്റെയും ചങ്ങലയാണെന്ന് കോൺഗ്രസ് പ്രവർത്തകരും വിശ്വസിക്കുന്നു. കണ്ണൂരിലെ കോൺഗ്രസ് കോട്ടകളിൽ ഉയർന്ന പ്രതിഷേധങ്ങൾ ഇതോടെ ആഘോഷങ്ങളായി മാറും. സണ്ണി ജോസഫിന്റെ മണ്ഡലത്തിൽ ഫ്ലെക്സുകൾക്ക് ഇനി മാറ്റപ്പെടും. പകരം ഐക്യത്തിന്റെയും പുതിയ ബോർഡുകൾ അവിടെ ഉയരും. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഉണ്ടായ ഈ അസ്വാരസ്യങ്ങൾ പരിഹരിക്കപ്പെട്ടതോടെ ഇരട്ടിക്കരുത്തോടെ ഇടതുപക്ഷത്തെയും BJPയെയും നേരിടാൻ UDF സജ്ജമായി കഴിഞ്ഞു. സുധാകരന്റെ മാധ്യമ പ്രസ്താവന പുറത്തുവരുന്നതോടെ പാർട്ടിയിൽ പൂർണ്ണ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടും. കോൺഗ്രസിനുള്ളിലെ ജനാധിപത്യപരമായ ചർച്ചകൾ എങ്ങനെ വിജയകരമായി പര്യവസാനിപ്പിക്കാം എന്നതിന് ഉത്തമ ഉദാഹരണമായി മാറുകയാണ് ഈ സംഭവം. പ്രവർത്തകർക്കും നേതാക്കൾക്കും ഇനി ഒരേ ലക്ഷ്യം മാത്രം. അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയമാണ്.